ഹലോ ഒരുപാട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഉണ്ണിയപ്പം അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുറത്തിരിക്കുക, ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് സൗണ്ട് കറക്റ്റ് ക്ലിയർ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മൈക്കിൽ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേട്ടില്ലെങ്കിലോ, മൈക്കിൽ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സൗണ്ട് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യാണ്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മഴ ഉള്ളത് കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നല്ല മഴയാണ്, പുറത്തിരിക്കുക, കാണിച്ചു തരാം. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറണം, നമുക്കിനി നേരെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെല്ലം ഉരുക്കണം. ഇത് ഞങ്ങൾ പകുതി ഉരുക്കിയിട്ടുണ്ട്, കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മൾ അന്ന് പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വെല്ലമാണ് കേട്ടോ, അതാണ് നമ്മൾ ഉരുക്കുന്നത് കേട്ടോ. ഇത് നല്ല ഉരുകണം. നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. ഗൈസ്, നമ്മുടെ വെല്ലം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ വെല്ലം ഇവിടെ ഉരുക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ആക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. വെല്ലം ഉരുക്കിയതും തേങ്ങ അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലാണ് നമ്മൾ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ വെളിച്ചെണ്ണ മൂപ്പിച്ചു. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ ഇതാക്കിയെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെന്ന് ഇപ്പോൾ ഒന്ന് ഷെയ്ഡായി വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട്. ഇനി കുറച്ചും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്കൊന്ന് മാറ്റാം കേട്ടോ ഒരു വേറൊരു ഇതിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 2 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് അരിച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ അരിച്ചൊഴിക്കണം. നമ്മൾ ശർക്കരപ്പാനി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നു. അതിൽ കണ്ടോ ഒരു ഈ സാധനം, ഒരു കറുത്ത കളറ്. അപ്പോൾ ഗൈസ്, നമുക്ക് അരച്ചിട്ട് തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് തുറന്നാൽ കേട്ടോ. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കണം. ഗൈസ്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇതിൽ എന്താ പറയുക, എള്ള് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെ എള്ളൊക്കെ തിരഞ്ഞ് ഗൈസ് ഇവിടെ കാണാനില്ല, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഗൈസ്, ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുക്കുന്നു. ഓക്കെ ഗൈസ്, ഓയിൽ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഒരു പൂ പോലെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ എണ്ണ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഗൈസ് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഗൈസ് എണ്ണ ചൂടായിട്ടില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കോ. അപ്പോൾ ഗൈസ് അതായി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം നമ്മളപ്പോൾ തിരിച്ചിടുകയാണ് കേട്ടോ. ഒരു ഭാഗമായിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അതായിട്ടുണ്ട്, നമ്മുടെ ഉണ്ണിയപ്പമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി നോക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് കഴിച്ചു. സൂപ്പറായിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.